നമസ്തേ, ഞാൻ ഡോക്ടർ ശിവജി, ജീവനാലയ മെഡിക്കൽ സെന്റർ, തിരുവനന്തപുരം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മൂക്കടവ്. എനിക്ക് എപ്പോഴും എൻ്റെ മൂക്ക് അടയും, ഇടയ്ക്കിടയ്ക്കടയും, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതാണ് യൂഷ്വലി പേഷ്യൻസ് പറയാനുള്ള കംപ്ലൈൻറ്റ്സ്. അപ്പോൾ ഈ മൂക്കടവിന് പ്രധാനപ്പെട്ട ഒരു കാരണം നേസൽ അലർജിയാണ്. മൂക്കിലുള്ള അലർജി എന്ന് പറയുമ്പോൾ it can be because of exposure to the cold, അല്ലെങ്കിൽ allergens like the dust, yeast, fungi, or even food. Food can also cause nasal allergy. അപ്പോൾ ഈ നേസൽ അലർജി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നേസൽ അലർജി ഉണ്ടാക്കാവുന്ന വസ്തുക്കളിൽ നിന്ന് കഴിവതും മാറി നിൽക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് പറഞ്ഞു നിർത്തൂ, പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഫോർ എക്സാമ്പിൾ, തണുപ്പിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ തണുത്ത അറ്റ്മോസ്ഫിയർ, ഇപ്പം തണുപ്പുള്ള രാജ്യത്തേക്ക് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ക്ലോത്തിങ്. ഓക്കെ, ആൻഡ് ഡോണ്ട് യൂസ് തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത ആഹാരം. എപ്പോഴും നമ്മുടെ ശരീരവും പരിതസ്ഥിതിക്ക് വിപരീതമായിട്ട് ഹീറ്റഡ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത്, AC-യുടെ തൊട്ടടിയിൽ കിടന്നുറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങാതിരിക്കുക. പിന്നെ ചിലർക്ക് എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ ഉടനെ മൂക്കടയും, മൂക്കിൽ നിറങ്ങും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂക്കടവ്, ഒരു ഭാഗത്ത് മാത്രം കൂടുതൽ മൂക്കടയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് നേസൽ സൈക്കിൾ എന്ന് പറയും. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ ഒരു നേസൽ സെപ്റ്റം, മൂക്കിന്റെ പാലം, അതായത് മൂക്കിനെ രണ്ടായിട്ട് തരംതിരിക്കുന്ന നടുക്കുള്ള ഒരു പാർട്ടീഷൻ, അതിനാണ് പാലം എന്ന് പറയുന്നത്. മൂക്കിന്റെ പാലത്തിൽ ഉണ്ടാകുന്ന വളവ്, ആ വളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഓഫ് കോഴ്സ് മരുന്ന് കൊണ്ടൊന്നും സാധിക്കില്ല. അതൊരു ചെറിയ ഓപ്പറേഷനാണ്. അതിന് സെപ്റ്റൽ കറക്ഷൻ എന്ന് പറയും. മൂന്നാമത്, മൂക്കിനകത്ത് വളരുന്ന ചതകൾ. അതിലേറ്റവും പ്രധാനം അലർജി കൊണ്ടുണ്ടാകുന്ന നേസൽ പോളിപ്പ്. ആ പോളിപ്പിന് നമ്മൾ മരുന്ന് കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും മാറാത്ത പോളിപ്പിനെ ഞങ്ങൾ എൻഡോസ്കോപ്പി ചെയ്ത് മുറിച്ചെടുക്കും. അതിന് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയും. അനദർ റീസൺ ഈസ് നേസൽ മാസസ് ബിനൈൻ ആയിരിക്കാം, വളരെ റയറായിട്ട് ക്യാൻസറസ് ആയിരിക്കാം. ഓഫ് കോഴ്സ് അതിനൊക്കെ ചികിത്സയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേസൽ അലർജിയാണ്. 90% നേസൽ അലർജി കൊണ്ടാണ് മൂക്കടവുണ്ടാകുന്നത്. അതിൽ നിന്ന് എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നമസ്തേ.